ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഥകളിലൂടെ ആളുകളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു തോറ്റ് നിൽക്കുന്ന ഒരാളെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥ പറയാം. എനിക്ക് വീണു പോയപ്പം വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കഥ ഞാൻ പറയാം. രണ്ട് തവളകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്നതിന് സമയത്ത് ഈ തവളകൾക്ക് അന്തിയായാൽ വിശ്രമിക്കാൻ അല്പം വെള്ളം വേണം. വെള്ളമുള്ളിടത്ത് ഇവർ വിശ്രമിക്കൂ. അപ്പോൾ അവിടെ എങ്ങും വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു കുടത്തിൽ എന്തോ വെള്ളം പോലെ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചാടി അതിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെള്ളമല്ലെന്ന്. രണ്ടുപേരും വീണ്ടും വീണ്ടും തുഴഞ്ഞ് പുറത്ത് ചാടാൻ ശ്രമിച്ചെങ്കിലും അവർക്കത് സാധിച്ചില്ല. അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മടുത്തപ്പം ഒന്നാമൻ പറഞ്ഞു, നമ്മൾ എത്ര തുഴഞ്ഞിട്ടും ഒരു കാര്യവുമില്ലടാ, ഇത് വെള്ളമല്ല മറ്റേതോ വസ്തുവാണ്, നമ്മുടെ ജീവിതം തീർന്നു, ഞാൻ ഇനി തുഴയാനൊന്നുമില്ല, ഞാൻ നിർത്തി. അങ്ങനെ അവൻ കുടത്തിനടിയിലേക്ക് പോയി. പക്ഷെ രണ്ടാമൻ എന്ത് ചെയ്തു? രണ്ടാമൻ തനിക്ക് അറിയാവുന്ന പണി എന്താണ്? തുഴഞ്ഞുകൊണ്ടേയിരിക്കുക. അവൻ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മടുത്തിട്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. അവനൊരല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിൽ എന്തോ തട്ടുന്ന മാതിരി അവന് തോന്നി. അവൻ നോക്കുമ്പോൾ കാണാം മുമ്പില്ലാതിരുന്ന എന്തോ ഒരു വസ്തു, ഉരുണ്ട ഒരു വസ്തു. അവൻ ആ വസ്തുവിൽ കയറി നിന്ന് തവളയ്ക്ക് കാലൂന്നി ചാടാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, അതിൽ ഊന്നി അവൻ പുറത്തേക്ക് ചാടി. അത് തൈരിൽ വീണ തവളകളായിരുന്നു. ഈ തൈരിൽ അല്പം നേരം കൈയും കാലും ഇട്ടടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തൈര് മോരായും വെണ്ണയായും മാറി. ഈ വെണ്ണയിൽ കയറി ആ പുറത്തേക്ക് ചാടി. ഇത് പണ്ട് പറഞ്ഞു കേട്ട ഒരു കഥയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായി വരും. ഇങ്ങനെ ഒത്തിരി കഥകൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കറിയാവുന്ന നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. കാരണം തോൽക്കാൻ മനസ്സില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ തോൽക്കാൻ മനസ്സില്ലാത്തവനായി മാറാൻ ഇത്തരം കഥകൾ ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും.